എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇസാമോളുടെയും സീറ്റാമോളുടെയും വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇസാമോളെ ഞാൻ ആദ്യം ഒന്ന് പരിചയപ്പെടുത്താം. നമ്മുടെ വയനാട്ടിൽ ഒരുപാട് ദുരന്തം ഉണ്ടായതും അതിലേക്ക് ഇപ്പോൾ ഒരുപാട് സഹായങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതൊക്കെ നമ്മൾ വാർത്തയിൽ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇസാമോളെ സംബന്ധിച്ച് ഇസാമോളുടെ ബർത്ത്ഡേ ആണ് ഈ മാസം 26-ാം തീയതി. അപ്പോൾ ഒരു വർഷമായിട്ട് ഇസാമോൾ കൂട്ടിവെച്ച ഒരു കുടുക്ക അത് പൊട്ടിച്ച് വയനാട്ടിലെ ആ ദുരന്തത്തിന്റെ ഇതിലേക്ക് സഹായമായിട്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് ഇസാമോൾ കൊടുത്തു. അപ്പൊ ഇസാമോളോട് തന്നെ ചോദിക്കാം, ഇപ്പൊ ഒരു കുട്ടിയുടെ മനസ്സിൽ ഇത്ര ഒരു ആശയം വന്നതും അത് മറ്റു പല ആശയങ്ങളും ഐഡിയകളൊക്കെ കണ്ടിട്ടായിരിക്കാം, പക്ഷെ എന്തുകൊണ്ടും അത് അഭിനന്ദിച്ചാൽ മതിയാവും. അത് മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാണ്. അപ്പൊ ഇസാമോളോട് തന്നെ നമുക്ക് ചോദിക്കാം, കുടുക്ക എന്തിനു വേണ്ടിയാ കൂട്ടിയത്? പൈസ എന്തിനായിരുന്നു? സൈക്കിൾ മേടിക്കാനാ? ബർത്ത്ഡേ എന്നാ? ഓഗസ്റ്റ് 26. പൈസ ആരുടെ കൊണ്ട് കൊടുത്തന്നിട്ട്? അച്ഛന്റെ കയ്യില്. ആര് പറഞ്ഞിട്ടാണ് ഇത് പൈസ കൊടുത്തത്? അമ്മച്ചി പറഞ്ഞാണോ? അമ്മച്ചി എന്ന് ഉദ്ദേശിച്ചത് അമ്മേനാണ്. അപ്പൊ ഇസാമോളുടെ അമ്മൂമ്മ നമ്മുടെ അടുത്തുണ്ട്. ഇസാമോളുടെ അമ്മൂമ്മേനെ അമ്മച്ചിനെ നമുക്കൊന്ന് വിളിച്ച് സംസാരിച്ച് നോക്കാം, എന്താണ് സംഭവം എന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. നമ്മളുടെ അമ്മച്ചി നമ്മളോട് ഉണ്ട്, അതായത് ചിന്നമ്മാൻറ്റി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമ്മൂമ്മയാണ്. അപ്പൊ ചിന്നമ്മാൻറ്റി, അപ്പൊ കൊച്ചിന്റെ കുടുക്ക എങ്ങോട്ടാണ് കൊണ്ട് കൊടുത്തത്? അച്ഛൻ്റെ കൊടുക്ക ഞങ്ങൾ യൂണിറ്റ് മീറ്റിങ്ങിൽ വെച്ച് അച്ഛൻ്റെ കയ്യിൽ ഞങ്ങൾ വികാരി അച്ഛൻ്റെ അടുത്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ അച്ഛൻ ചോദിച്ചു കൊച്ചിനോട് എന്തിനു വേണ്ടിയാണ് കൊടുക്കുക, കൊച്ചു കൊണ്ട് എടുത്തത് ആര് പറഞ്ഞിട്ടാണെന്ന് ചോദിച്ചപ്പോൾ അമ്മച്ചി പറഞ്ഞിട്ടാണ്, സൈക്കിൾ വാങ്ങാനാണ് എന്നൊക്കെ പറഞ്ഞു. ഈ രാത്രി ഇങ്ങനെ ഞങ്ങൾ കിടക്കുമ്പോഴേ എൻ്റെ കൂടെയാണ് വെച്ച് കിടക്കണത്. അപ്പൊ വയനാട്ടിലെ ദുരന്തത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ നമ്മൾ പറയുമല്ലോ, ന്യൂസിലൊക്കെ കണ്ട് ഇപ്പൊ എല്ലാം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങുന്നത് നേരം വെളുക്കുമ്പോൾ നമ്മൾ ഉണ്ടാവുമെന്നും പറയാൻ പറ്റൂല എന്നൊക്കെ കൊച്ചിനോട് പറയുമായിരുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾക്കൊരു അപ്പൊ ഇവളും പറഞ്ഞ് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് മോളെ, പിന്നെ ഉടുപ്പ് മേടിക്കണമെന്ന് പറഞ്ഞു. ഉടുപ്പ് മേടിക്കാനാണെന്ന് പറഞ്ഞു. അപ്പൊ ഇവള് പറഞ്ഞേ പിന്നെ കൊച്ച് ഒരു ഉടുപ്പിന് പകരം കൊച്ചിന് 2 ഉടുപ്പ് ഈശോ തരും. അങ്ങനെ ചേച്ചി അവളെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ എല്ലാരും കൂടി പറഞ്ഞു കഴിഞ്ഞപ്പോ അവളങ്ങനെ കൊണ്ടേ കൊടുത്തു. അങ്ങനെ വരുമല്ല. ഇപ്പൊ ഷെയറിംഗ് ഒന്നും ഇല്ലല്ലോ. ഇപ്പൊ ഷെയറിംഗ് ഒക്കെ ഷെയറിംഗ് ഒക്കെ ഇപ്പൊ കുറഞ്ഞു വരുന്നതാണല്ലോ കുട്ടികളില്. അവരവരുടെ കാര്യങ്ങളിലോട്ട് മാത്രം ഒതുങ്ങിപ്പോണാണ് പിള്ളേര്. അപ്പൊ അമ്മച്ചിങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ നല്ല കാര്യമാണ്. അപ്പൊ വേറെ കുട്ടികൾക്ക് അതൊരു പ്രചോദനമാവുകയാണെങ്കിൽ നല്ലതാണല്ലോ എന്ന് ഓർത്തു. അപ്പൊ അതാണ് അങ്ങനെ അമ്മച്ചത് പറഞ്ഞപ്പോ പിന്നെ എല്ലാരും കൂടി അതിനങ്ങോട്ട് മുൻകൈ എടുത്ത് സപ്പോർട്ട് ചെയ്തത്. അപ്പൊ ഇത് കുടുംബ യൂണിറ്റിലാണ് കൊണ്ട് കൊടുത്തത്. മീറ്റിംഗ് 2-ാം തീയതി. അപ്പൊ ഞാനും ഉച്ചയും കൂടി പോയി കൊടുക്കാനായിട്ട് അച്ഛൻ്റെ അടുത്ത് ആർക്കും അറിയാൻ പാടില്ല. അച്ഛനെ കൊടുത്തപ്പോ അച്ഛനും വലിയ സന്തോഷമായി. അപ്പൊ നമ്മളുടെ സ്കൂളില് ഫ്രണ്ട്സ് ഒക്കെ അറിഞ്ഞ എന്ത് പറഞ്ഞു? ഫ്രണ്ട്സ് ഒക്കെ എന്ത് പറഞ്ഞു? ടീച്ചർമാരെന്ത് പറഞ്ഞു? നല്ല കുട്ടികളാണ് അല്ലേ? എന്താ പറഞ്ഞ? ഗുഡ് ഗേൾ എന്ന് പറഞ്ഞേ. അമ്പോ. അപ്പൊ ശരിക്കും പറഞ്ഞാല് പലർക്കും ഇത് കേൾക്കുമ്പോ ഇത് അത്ര വലിയൊരു ആനക്കാര്യമായിട്ടൊന്നും തോന്നണമെന്നില്ല. പക്ഷെ സംഭവം എന്ന് വെച്ചാല് കൊച്ചിനെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. കാര്യം ഈ ഒരു പ്രായത്തിൽ ആ ഒരു ആശയം ഉൾക്കൊണ്ട് ചെയ്തെന്ന് പറയുമ്പോ, പിന്നെ അത് കൂടാതെ തന്നെ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ കേരളത്തിനകത്ത് പല സ്ഥലങ്ങളിൽ നിന്നും കേരളത്തിന് പുറത്ത് പല സംസ്ഥാനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള പല സ്ഥലങ്ങളിൽ നിന്ന് വരെ സഹായങ്ങൾ വയനാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ചെറുതോ വലുതോ എന്നുള്ളതല്ല, കൊടുക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടാക്കുക. അതുപോലെ ഈ വീഡിയോ നമ്മൾ ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ഈ കുട്ടി ചെയ്ത ഒരു പ്രവൃത്തി കാരണം മറ്റു കുട്ടികൾക്കും അതൊരു പ്രചോദനമായി സഹജീവികളോടുള്ള ഒരു സഹായ മനോഭാവവും ഒരു അനുകമ്പയൊക്കെ ഈ പ്രായത്തിൽ തന്നെ വളർത്തിയെടുക്കാൻ ഒരു പ്രചോദനം കൂടി ആയിക്കോട്ടെ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കാം, ഷെയർ ചെയ്തേക്കാം. അതുപോലെ നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് വന്നേക്കാം.